നമസ്കാരം. നമ്മുടേത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോഴും ജനാധിപത്യത്തെ നാണം കെടുത്തുന്ന അനേകം നാടകങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. നിർഭാഗ്യകരമായ കാര്യം, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ, ഇന്ത്യയിലെ കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ടിയായ, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും അധികാരമുറപ്പിച്ച, അടുത്ത തെരഞ്ഞെടുപ്പിലും ഉറപ്പായും ജയിക്കുമെന്ന് ബോധ്യമുള്ള BJP പലപ്പോഴും ഒരു കാര്യവുമില്ലാതെ ഇത്തരം ജനാധിപത്യ അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്നു എന്നതാണ്. ആ അട്ടിമറിയിലെ ഏറ്റവും നാണം കെട്ട എപ്പിസോഡായിരുന്നു ബീഹാറിൽ ഇന്നലെ നടന്നത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പോലെ നാണം കെട്ട ഒരു ജനാധിപത്യ നേതാവ് ലോകത്തൊരിടത്തും ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ്. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ 11 തവണയാണ് ഇദ്ദേഹം കാലുവാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു പാർട്ടിയോടൊപ്പം ചേർന്ന് മത്സരിക്കുക, പിന്നെ ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയോടൊപ്പം മന്ത്രിസഭ ഉണ്ടാക്കുക, അവരെ മടുക്കുമ്പോൾ തിരിച്ച് ആദ്യ പാർട്ടിയോടൊപ്പം വരിക എന്നത് എത്രയോ വർഷങ്ങളായി നിതീഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തിലെ ഏറ്റവും നാണം കെട്ട കാഴ്ചയാണ്. ആ നാണം കെട്ട കാഴ്ച തുടരും, ഖേദകരമായ ആ കാഴ്ച തുടരും. പക്ഷേ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് കോൺഗ്രസിന്റെ പരിതാപകരമായ അവസ്ഥയാണ്. ബീഹാറിലെ 9-10 കോൺഗ്രസ് MLA-മാരെ കാണാനില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. RJD-യോടൊപ്പം ചേർന്ന് നിന്ന് മത്സരിച്ചത് കൊണ്ടാണ് ബീഹാറിൽ 19 സീറ്റുകളിൽ ജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. അതിൽ 9 MLA-മാരെ കാണാനില്ല എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്ത്യ എന്ന പേരിൽ ഒരു സഖ്യമുണ്ടാക്കി മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ നേതൃത്വം കൊടുത്തയാളാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാർ ആയിരുന്നു ആദ്യം യോഗം വിളിച്ചു ചേർത്തത്. മോദിയെ പുറത്താക്കുമെന്ന് വാക്കുകൊടുത്തായിരുന്നു, പ്രഖ്യാപനം നടത്തിയായിരുന്നു പ്രസംഗം. ആ നിതീഷ് കുമാറാണ് ഇപ്പോൾ മോദിക്കൊപ്പം കൈകൊടുത്ത് മത്സരിക്കാൻ കളത്തിലിറങ്ങുന്നത്. ഇപ്പോഴും പ്രതിപക്ഷമായി നിൽക്കുന്ന മറ്റ് കക്ഷികളുടെ അവസ്ഥ അതിദയനീയമാണ്. മമതാ ബാനർജിക്ക് കോൺഗ്രസിനോടോ CPM-നോടോ കൂട്ടുചേരാൻ താല്പര്യമില്ല, സ്വന്തം നിലയ്ക്ക് മുമ്പോട്ട് പോകുന്നു. ഉത്തർപ്രദേശിൽ BSP പരിസരത്ത് അടുത്തിട്ടില്ല. അഖിലേഷിന്റെ SP സ്വന്തമായി മത്സരിക്കാൻ പോകുന്നു. ആന്ധ്രാപ്രദേശിൽ YSR-ഓ TDP-യോ ഈ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായിട്ടില്ല. തെലങ്കാനയിൽ TRS ഈ സഖ്യത്തിന് ബദ്ധശത്രുക്കളാണ്. ചുരുക്കി പറഞ്ഞാൽ സഖ്യത്തിനൊപ്പം ഒരുപാട് പാർട്ടികളെ കൂട്ടിയെങ്കിലും അവരൊക്കെ നമ്മുടെ കേരള കോൺഗ്രസ് പോലെ എണ്ണത്തിൽ മാത്രമാകുന്ന സാഹചര്യമാണുള്ളത്. സഖ്യം അടിസ്ഥാനപരമായി പൊളിഞ്ഞിരിക്കുന്നു. ഈ സഖ്യത്തിന് BJP സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയല്ല ഇതിന്റെ രസകരമായ അവസ്ഥ. ബീഹാർ മോഡലിൽ പാർട്ടിയെ പിളർത്തിയും സഖ്യത്തെ പിളർത്തിയും BJP കൂടുതൽ കരുത്തു നേടുന്നു എന്നതാണ്. ധാർമ്മികമായി ശരിയോ തെറ്റോ എന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷേ രാഷ്ട്രീയമായി അത് ശരി തന്നെയാണ്. അധികാരം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ രാഷ്ട്രീയ കളി എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അവർക്ക് 3ാം ഭരണം ഉറപ്പാണ്. പക്ഷെ കേവല ഭൂരിപക്ഷത്തിൽ 3ാമതൊരു ഭരണമല്ല അവർ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് 3-2 ഭൂരിപക്ഷമാണ്. ഞാൻ പല വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ 100 വർഷം കൊണ്ട് RSS ഉണ്ടാക്കിയെടുത്ത കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് മോദിയുടെ അധികാര ആരോഹണം. ആ മോദി 3ാം തവണ അധികാരത്തിലെത്തുമ്പോൾ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ RSS-ന് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ 3-2 ഭൂരിപക്ഷത്തിന് ഭീഷണിയാകുന്ന ഒന്നിനോടും അവർ വിട്ടുവീഴ്ച ചെയ്യില്ല. വളരെ കൃത്യമായ പദ്ധതികളുണ്ട്, ആസൂത്രണങ്ങളുണ്ട്, ആലോചനകളുണ്ട്. അതിനെതിരെ വരുന്ന ഏതു ശ്രമത്തെയും അട്ടിമറിക്കാനുള്ള ശേഷിയുണ്ട്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ് പിളർന്ന ജനതാദൾ ഉണ്ടാവുകയും ആ ജനതാദൾ പിളരുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. ആ സമയത്ത് ആ ഒരു സാഹചര്യം മുതലെടുത്ത് BJP വളരുകയും ഏറെ വൈകാതെ അധികാരത്തിലെത്തുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അന്നാണ് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ എന്ന ചീട്ടെറിഞ്ഞത്. അതിനെ അതിജീവിക്കാനായിരുന്നു അന്ന് അദ്വാനി രാമജന്മഭൂമി രഥയാത്രയുമായി രംഗത്തെത്തിയത്. ആ രഥയാത്രയുടെ സമാപനമായിരുന്നു വാസ്തവത്തിൽ ജനുവരി മാസം 22-ന് മോദി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയിലൂടെ നടപ്പിലാക്കിയത്. ധൃതി പിടിച്ചുള്ള പ്രാണപ്രതിഷ്ഠ പോലും ജാതി സെൻസസ് എന്ന 2ാം മണ്ഡൽ കമ്മീഷൻ ആക്രമണം ജാതി വോട്ടുകളെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എടുത്തു വീശിയ പരിചയമാണ്. അതിലവർ വിജയിച്ചിരിക്കുന്നു. RSS-ന്റെ ബുദ്ധിക്ക് മുമ്പിൽ അടിയറവ് പറയാൻ മാത്രമേ മറ്റു പാർട്ടികൾക്ക് ഇപ്പോൾ കഴിയൂ. അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടെ വടക്കേ ഇന്ത്യയുടെ മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ പോലും ഹൃദയം കീഴടക്കിയാണ് BJP മുമ്പോട്ട് പോകുന്നത്. ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും തെലങ്കാനയിലും ഒക്കെ ഹിന്ദു ഭക്തർ ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ പേരിൽ മാത്രം BJP-ക്ക് വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. രാഷ്ട്രീയമായി ഐത്തം കൽപ്പിച്ച് അകറ്റി നിർത്തുന്ന സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ ഓർക്കണം. അങ്ങനെ BJP വലിയ മൊമെന്റം കൈവരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള പരീക്ഷണത്തിനും താല്പര്യമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ 40 സീറ്റിൽ
39 സീറ്റുകളും നേടിയത് BJPയും നിതീഷ് കുമാറിന്റെ JDUവും ചേർന്നാണ്. BJPക്ക് 17 സീറ്റും JDUവിന് 16 സീറ്റും LJPക്ക്, അതായത് നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് 6 സീറ്റുമായിരുന്നു. കോൺഗ്രസിന് 1 സീറ്റ് നേടാൻ കഴിഞ്ഞുള്ളൂ. അതായത് 40-39 NDAയുടെ ഭാഗം, അതിൽ 17 സീറ്റ് BJPയുടേത്. അതിലൊരു മാറ്റം വന്നാൽ വലിയ തിരിച്ചടിയാവും എന്ന് BJPക്ക് അറിയാം. അവർ ആ പരീക്ഷണത്തിന് ഒരുക്കമല്ല. ലല്ലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒരുമിച്ച് ചേർന്നാൽ അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഈ ഭൂരിപക്ഷം എന്തായാലും നഷ്ടപ്പെടും. ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് BJP കരുനീക്കങ്ങൾ നടത്തിയതും ആ കരുനീക്കത്തിലാണ് കോൺഗ്രസ് പെട്ടുപോയതും. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ ഉറപ്പാക്കിയിരിക്കുന്നു. മറ്റൊരു ഭീഷണി മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ മുൻകൂട്ടി കണ്ടു തന്നെ 2 പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെയും അവർ ഭിന്നിപ്പിച്ചു, NCPയെയും ശിവസേനയെയും. അങ്ങനെ മഹാരാഷ്ട്രയിലും അവർ ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. BJP കേന്ദ്ര ഭരണത്തിൽ ഒരു കുറവും സംഭവിക്കാതിരിക്കാൻ ഉള്ളതെല്ലാം ചെയ്തു മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഒരു ജോഡോ യാത്ര നടത്തി രാഹുൽ ഗാന്ധി ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നത്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത് ഈ ജോഡോ യാത്ര നടത്തുന്നത് രാഹുൽ ഗാന്ധി അല്ലെന്നാണ്. രാഹുൽ ഗാന്ധിയുടെ ബോഡി ഡബിൾ ആണ് ഈ ജോഡോ യാത്ര നടത്തുന്നത് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, രാഹുൽ ഗാന്ധിയെ അല്ല ജാഥ നടത്തുന്നത് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ ഇകഴ്ത്തി താഴ്ത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവരിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ചെറുതായി കാണുന്നു എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. ഇനി വരാൻ പോകുന്നത് പിളർപ്പിന്റെ കാലമാണ്. കോൺഗ്രസ് അത് തിരിച്ചറിഞ്ഞാൽ മതിയാവും. കാരണം അധികാരമില്ല എന്ന് ഉറപ്പാകുന്ന സാഹചര്യത്തിൽ പിളർപ്പുറപ്പാകും. കോൺഗ്രസിന്റെ കയ്യിൽ അധികാരമുള്ള വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം കിട്ടിയ തെലങ്കാനയിലും കർണാടകയിലും പോലും പിളർപ്പ് സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. BJPക്ക് കൃത്യമായ ഗെയിം അറിയാം. ആ ഗെയിമുമായി അവർ മുമ്പോട്ട് പോകും. ആ 2 സംസ്ഥാനങ്ങൾ മാറ്റിവെക്കുക, കേരളത്തെയും മാറ്റിവെക്കുക. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുള്ള കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇനി വരാൻ പോകുന്ന 2-3 ദിവസം BJP ക്യാമ്പിലേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന് MLA-മാരുള്ള മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും പിളർപ്പ് ആസന്നമാണ്. കോൺഗ്രസിനോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുകയും BJP തന്നെയായിരിക്കും അധികാരം ഉറപ്പിക്കുന്നത് എന്ന് വ്യക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ അധികാരമോഹികൾ ചാടാൻ നിൽക്കുന്നു. അതുകൊണ്ടാണ് ബീഹാറിലെ 9 കോൺഗ്രസ് MLA-മാരെ കാണാത്തത്. ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ കോൺഗ്രസിൽ എത്ര ജനപ്രതിനിധികൾ അവശേഷിക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇതാണ് അവസ്ഥയെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള 52 സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞെന്ന് വരില്ല. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നേതൃത്വത്തിന്റെ അഭാവമാണ്. അത് തിരിച്ചറിഞ്ഞ് കാര്യശേഷിയുള്ള നേതാക്കളെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി വരാം. CPM-ന് സാധിച്ചതുപോലെ കേരളത്തിൽ പിണറായി വിജയന്റെ പ്രീണന രാഷ്ട്രീയം കൊണ്ട് പിടിച്ചു നിൽക്കുന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ പ്രസക്തി നഷ്ടപ്പെട്ടത് മറക്കരുത്.